നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗിരിയേട്ടന് മുകുന്ദനോട് നല്ല ദേഷ്യം വന്നു കഴിഞ്ഞു. എന്നെ ചതച്ചിട്ട് മഹിമയുടെ കൂടെ മുകുന്ദൻ സുഖമായി ജീവിക്കാൻ പോകുന്നതെന്ന് ഗിരിയേട്ടൻ കരുതിയിരിക്കുന്നു. ഗിരിയേട്ടൻ തന്നെ ഈ കല്യാണം മുടക്കും. അതോടെ മഞ്ജുവും ഗിരിയേട്ടനും മുകുന്ദനും എല്ലാം തമ്മിൽ തെറ്റിപ്പിരിയും. വക്കീല് വിളിച്ചപ്പോ ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ കല്യാണം ക്ഷണിക്കായിരുന്നു. അവളും വീട്ടുകാരും വിശേഷങ്ങൾ പറഞ്ഞു എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. കൊറേ നേരമായോ വന്നിട്ട്? പിന്നല്ലാതെ. എന്തായാലും നന്നായി. വൈകിയാണെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്ത് നല്ല ബുദ്ധി? കല്യാണം കഴിയുന്നതിന് മുൻപ് കുറച്ച് പ്രേമിച്ച് നടക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഭാഗ്യം. ഞാൻ വിചാരിച്ചത് വക്കീൽ ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരു മോരടനാണെന്നാ. ഞാൻ തന്നെ വിളിച്ചത് പഞ്ചാരടിക്കാണെന്നാണ് വിചാരിച്ചേ? അല്ലേ? എടോ, ഫോണിലൂടെ എന്റെ ശബ്ദം കേട്ടിട്ടും ഞാൻ ടെൻഷനിലാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് ത്രികാലജ്ഞാനൊന്നുമില്ല. അപ്പോ എന്നെ കാണാനുള്ള കൊതി കൊണ്ട് വിളിച്ചൊന്നും അല്ലല്ലേ? അല്ല. എന്തായാലും വന്നല്ലേ, കാര്യം എന്താന്ന് പറ. ഗിരി എല്ലാം അറിഞ്ഞിടോ. എന്തറിഞ്ഞു? സ്വപ്നയുമായിട്ട് ഞാൻ ഇഷ്ടത്തിലായിരുന്നു. ഈശ്വര, എന്നിട്ട്? അവൻ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കണില്ല. അവൻ വീട്ടിൽ വന്ന പോലെ പറഞ്ഞു. ഗിരിയേട്ടനിടയ്ക്ക് വീട്ടിലേക്ക് വന്ന് സ്വപ്നയായിട്ടെന്തോ സംസാരിച്ചിട്ട് പോയിന്ന് ഭാനുമതിയമ്മ ചേച്ചിയോട് പറയുന്നു കേട്ടു. അപ്പൊ ഉറപ്പിച്ചോ? അവൻ സ്വപ്നയോട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാൻ വന്നായിരിക്കും. അവളോട് ചോദിച്ചാ അവള് വക്കീലിനെ കുറ്റപ്പെടുത്തി മാത്രമേ സംസാരിക്കൂ. അവന് ഇന്ന് ബന്ധം ഒളിപ്പിച്ചതിന് അല്ലെങ്കിൽ അവൻ എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. സ്വപ്നയുടെ വകയുള്ള വിഷം കുത്തിവെക്കലും കൂടി ആവുമ്പോ പൂർത്തിയാവും. ഗിരിയേട്ടൻ അങ്ങനെ വക്കീലിനെ തെറ്റിദ്ധരിക്കോ? നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരല്ലേ? അതെ, ഇത് അവന്റെ സ്വന്തം അനിയത്തിയുടെ കാര്യമാ. അവൻ എന്നോട് ദേഷ്യം തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ല. അവസാന നിമിഷം വേണം ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. എത്രയും പെട്ടെന്ന് ഇത് സംസാരിച്ച് തീർത്തേ പറ്റൂ. നാളെ ഹൽദിയല്ലേ? ഈ അവസ്ഥയില് ഗിരി കല്യാണത്തിന് സമ്മതിക്കുമെന്നുള്ള എനിക്ക് സംശയമുണ്ട്. ഗിരിയേട്ടന്റെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് വക്കീലിനെ ഇഷ്ടം, അത് മതി. ആരൊക്കെ എതിർത്താലും നമ്മുടെ കല്യാണം നടക്കും. വേറെ ഒരു വഴിയില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടാണെങ്കിലും കല്യാണം കഴിക്കാം. എടോ, അങ്ങനെ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാനാണോ നമ്മൾ കുടുംബക്കാരായിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത്? എനിക്ക് 4 ആളുടെ മുന്നിൽ വെച്ച് നല്ല അന്തസ്സായിട്ട് തന്റെ കഴുത്തി തലയിടണം. ഓ, ഭയങ്കര വാശിയാണല്ലോ. എന്നാ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലിയും കെട്ടാം. എന്റെ ചേച്ചി എന്തായാലും എന്റെ കൂടെ നിൽക്കും. ഗൗരിയമ്മ ഉണ്ടാവില്ലേ? അതുപോലെ. ഗിരിക്ക് താനും സ്വപ്നയൊക്കെ ഒരുപോലെയാ. അവനെതിർത്ത് താൻ കല്യാണം കഴിച്ച അവൻ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് താൻ ചിന്തിച്ചോ? ഇനി അതല്ല, അവൻ മറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും സ്വപ്ന അതിന് സമ്മതിക്കില്ല. എപ്പോഴും വിഷയം എടുത്തിട്ട് അവള് ഗിരിയും മഞ്ജുവും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിക്കും. എടോ, നമ്മൾ കാരണം അവരെ കുടുംബജീവിതം തകർക്കണോ? കുഞ്ഞിന്റെ കാര്യം നോക്കി അവർ സന്തോഷത്തോടെ ജീവിക്കേണ്ട സമയമായത്. നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ തനിക്ക് തൻ്റെ ചേച്ചി എത്ര വലുതാണോ അതുപോലെ തന്നെയാ എനിക്ക് ഗിരിയും. കൂടെ ജനിച്ചില്ലെന്നുള്ളൂ. അവൻ എനിക്ക് എൻ്റെ കൂടപ്പറപ്പിനെ പോലെ തന്നെയാ. അവനെ വേദനിപ്പിച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കണ്ട. അപ്പോ ഗിരിയേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ വക്കീൽ എന്നെ കല്യാണം കഴിക്കില്ലേ? സാരമില്ല,
കൂട്ടുകാരനോട് ഇത്രയും കൂറ് കാണിക്കുന്ന ഒരാൾ ഭാര്യയോടും അത്ര കൂറ് കാണിക്കുമല്ലോ. എനിക്കത് മതി. കഴിഞ്ഞ ജന്മത്തിലെ ഞാൻ കുറേ പുണ്യം ചെയ്തിട്ടുണ്ടാവും. എന്നെ ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ തന്നെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയില്ല. ആ, അതിന് ഭാര്യ ആയിട്ടില്ലല്ലോ. അതിന് ഇനിയും കുറെ കടമ്പകൾ കടക്കണ്ടേ? എന്നവാ എങ്ങോട്ട്? കല്യാണം മുടങ്ങുമെന്ന് ഉറപ്പിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കെങ്കിലും വേണ്ടേ? അതിന് നമ്മളെ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റുമെന്നാ? നമുക്ക് നടന്നെല്ലാം ചേച്ചിയോട് പറയാം. ചേച്ചിക്ക് ഗിരിയേട്ടന്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞു വരും. ഇപ്പൊ നമ്മളെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. വക്കീൽ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഗിരിയേട്ടൻ എന്തെങ്കിലും പ്രശ്നം പറയുകയാണെങ്കിൽ ഞാൻ കാത്തിരുന്നോളാം. എന്തെങ്കിലും വക്കീൽ ഗിരിയേട്ടന്റെ മനസ്സ് മാറ്റില്ലേ, അന്ന് വെക്കാൻ നമ്മുടെ കല്യാണം. എന്താ പോരെ? എന്താ വാ. ചേച്ചി ഇങ്ങനെ മിണ്ടാ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ടൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗിരിയേട്ടനും മുകുന്ദനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള സൗഹൃദം ഉള്ളതല്ലേ. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഗിരിയേട്ടൻ ഒരിക്കലും മുകുന്ദനുമായിട്ട് വഴക്ക് കൂടില്ല. ഇത്രയും വർഷത്തെ സൗഹൃദം ഉണ്ടായിട്ടും അവന്റെ അനിയത്തെ ഞാൻ സ്നേഹിക്കുന്ന വിവരം അവനെ അറിയിക്കാത്തതിൽ അവനെ കൂടുതൽ ദേഷ്യം തോന്നുകയല്ലേ ചെയ്യുക. വക്കീൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. ഈ വിഷയത്തെ പോസിറ്റീവായിട്ട് എങ്ങനെയാ കാണാൻ പറ്റുക എന്ന് പറഞ്ഞതാ. മുകുന്ദന് ഗിരിയേട്ടനെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. ഞാൻ ശ്രമിച്ചില്ലെന്നാണോ മഞ്ജു വിചാരിക്കുന്നത്? അവനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതിന് മുമ്പ് അവൻ ബൈക്കിൽ കയറിപ്പോയി. അപ്പം മുതൽ ഞാൻ അവനെ വിളിക്കുക, അവൻ ഫോൺ എടുക്കുന്നില്ല. വക്കീലിൽ നിന്ന് സത്യം അറിഞ്ഞത് സാരമില്ലാന്ന് വെക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോ സ്വപ്ന ഗിരിയേട്ടനോട് എന്തൊക്കെയാ പറഞ്ഞോന്ന് ആലോചിക്കുമ്പോ തന്നെ പേടി തോന്നുവോ? സ്വപ്നയ്ക്ക് ആളുകളെ നന്നായിട്ട് സ്വാധീനിക്കാൻ അറിയാം. അവള് പറയുന്നത് കേട്ടിട്ട് ഗിരി എടുത്തേടി എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ പേടി. എന്തിനാ ആവശ്യമില്ലാതെ പേടിക്കുന്നേ? മുകുന്ദൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? പക്ഷേ ഗിരി എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് പ്രശ്നമുണ്ടായാ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.